നമ്മൾ സംസാരിച്ചത് തന്നെയാണ് ഇന്ന് കാര്യമായി അവസാനമായിട്ട് ആ യോഗം പിരിയുമ്പം വ്യക്തമായിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു പോൾ ചെയ്തിരുന്നു, അലസി പിരിയുമോ അല്ല വിജയിക്കുമോ അല്ല നീട്ടിവെക്കുമോ. ഇപ്പം നിലവിൽ സംഭവിച്ചത് അത് അലസി പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ഉപാധികൾ നിരാധന്മാരായിട്ടുള്ള അമേരിക്ക കൊണ്ടുവന്നു. അത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടുപോയി. അബ്ബാസ് അരാജ്ക്ക് ഒരു നിലക്കും വിട്ടുകൊടുക്കാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പല റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൽ പ്രധാനപ്പെട്ട അവരാവശ്യപ്പെട്ട കാര്യം ICBM പോലത്തെ ഇൻ്റർ കോർഡിനൻ്റ് ബാലിസ്റ്റിക് മിസൈൽ പോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കരുത്. രണ്ടാമത് നിലവിലുള്ള കാര്യങ്ങൾ അഥവാ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കണം. ഇറാൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പം പലപ്പോഴും ഈ മറ്റ് അനുബന്ധ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ള ഒരു നിരീക്ഷണമായിരുന്നു. പക്ഷേ അബ്ബാസ് അരാജ്ക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മൾ രാജ്യമെന്ന് പറയുന്നത് പരമാധികാരത്തോടെ അല്ലെങ്കിൽ പരമോന്നത നേതാവിൻ്റെ കീഴിൽ പരമാധികാരത്തോടെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വന്ന ആളെ നേരെ വിടുകയും ഇല്ല എന്നുള്ള ഒരു സൂചന ലോകത്തെ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ അവർ ചെയ്യുകയും ചെയ്തു. അഥവാ ആ രാജ്യത്തിൻ്റെ അജയ്യമായിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനം ഇന്നലെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം രാജ്യം ഒട്ടാകെ ഈ വിഷയത്തിലേക്ക് ഉറ്റുനോക്കുകയും എന്താണ് അബ്ബാസ് അരാജ്ക്ക് പറയുക, ഇനി അമേരിക്ക എന്താണ് മുന്നോട്ട് വെക്കുക. കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നു അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് രണ്ടും അമേരിക്ക എന്നുള്ള ഒരു രാജ്യത്തിന് പോലും മുന്നോട്ട് വെച്ചാൽ പോലും ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ കേൾക്കുന്ന രാജ്യത്തിന് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ അത് തള്ളിക്കളയുകയും യോഗം പിരിയുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പം കൃത്യമായിട്ട് ഒരു ആശങ്കപ്പെടലുകളുടെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ ആശങ്ക കാലങ്ങളായിട്ട് അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇത് അവസാനമായി ഒരു ദേഷ്യം തീർക്കുക എന്നുള്ള നിലക്ക് ഇന്ധന കച്ചവടവുമായിട്ട് ലോകത്തുള്ള ഒരു രാജ്യവും ഇറാനുമായിട്ട് സംബന്ധിക്കരുത് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ അമേരിക്ക നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇനിയും സാവകാശം എടുക്കും അമേരിക്ക ഒരു അറ്റാക്കിൽ എന്ന് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊരു പരാജയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാനോ കഴിയും. കാരണം ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം പറയുന്നത് ഒരിക്കലും ഇനി ഇറാനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എണ്ണ കച്ചവടമോ മറ്റെന്തെങ്കിലും കച്ചവടമോ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അത്തരം ആളുകൾക്ക് വലിയ രൂപത്തിൽ ടാക്സ് അഥവാ തീരുവ ഞങ്ങൾ ചുമത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അബ്ബാസ് അരാജ്ക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് ആ ഇറാൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിൽ അമേരിക്ക മുന്നോട്ട് പോയി അവസാനം പിരിയുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വെറും ഇത് ഇസ്രായേലിൻ്റെ തന്ത്രം മാത്രമാണ്, ചർച്ച കൊണ്ടൊരു പ്രാധാന്യം നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല വ്യക്തമാകുക. പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്, കുനിയ എന്നാണ്. അപ്പോൾ നമുക്കറിയാം കുനിയ സമസ്തയുടെ 100ാം വാർഷിക പ്രൗഢമായിട്ടുള്ള 100ാം വാർഷിക ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി സംബന്ധിച്ച് വന്നപ്പോഴാണ് ഈ വീഡിയോ ഇവിടുന്ന് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മൾ ലോകത്തിൻ്റെ അപ്ഡേറ്റ് കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ബഹുലമായിട്ടുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും പുതിയ ലോകം സുന്ദരമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.